ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ. ഇതൊരു അംഗനവാടി സെൻഡ് ഓഫ് വ്ളോഗാണ്. അപ്പോൾ നമുക്ക് കണ്ടാലോ. ഹൈസി നല്ല ഉറക്കിലാന്ന്. അപ്പം മോനെ എഴുന്നേൽപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ബാഗൊക്കെ ഇട്ടിട്ട് അംഗനവാടിയിലേക്ക് പോവലാന്ന്. ഇന്ന് ആൾ നല്ല ഹാപ്പിയിലാന്ന്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് പരിപാടിയാണെന്ന് അവനിക്കറിയാം. അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആൾ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. ഇതാണ് അംഗനവാടി. വീട്ടിൽ നിന്ന് അടുത്ത് തന്നെയാണ്. അപ്പോൾ ഐസി മെല്ലെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. 2-3 കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അംഗനവാടി ഇതാ കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ടീച്ചർ ഇത് എല്ലാവർക്കും ഓരോരോ ബലൂണ് കൊടുത്തിട്ടുണ്ട്. ഹൈസിക്ക് ഒരു ബലൂണ് കിട്ടിയിട്ടുണ്ട്. ആഫ്റ്റർ 2 o'clock ആട്ടോ ഫംഗ്ഷൻ തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ തിരിച്ചു പോയപ്പോൾ കുട്ടികളൊക്കെ ഫുഡ് കഴിക്കലായിരുന്നു. ഫുഡൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും മുറ്റത്ത് നിന്ന് കളിക്കലാണ്. കുറേ കുട്ടികൾ ഉണ്ട് കേട്ടോ അംഗനവാടിയിൽ. അതുപോലെ ഈ സമയത്ത് നല്ല മഴക്കാറും ഉണ്ടായിരുന്നു. ഹൈസിൻ്റെ കുറച്ച് പരിപാടിയൊക്കെ മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പാട്ടും മെമ്മറി ടെസ്റ്റും കളറിങ്ങും അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ മുന്നേ കഴിഞ്ഞിന്. മഴ മെല്ലെ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഐസി കുടയെടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒന്നിച്ച് തന്നെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഐസി ഇതുപോലെ അംഗനവാടിയിൽ ഇരിക്കുമെന്ന്. എത്ര പെട്ടെന്ന് 1 വർഷം കഴിഞ്ഞു പോയെന്ന് തന്നെ ആലോചിക്കാൻ പറ്റുന്നില്ല. പറ്റുമെന്ന് വെച്ചാൽ എല്ലാവരും അംഗനവാടിയിൽ കുട്ടികളെ അയക്കുക. അതുകൊണ്ട് വലിയ നഷ്ടവും വരാനില്ല. അവരുടെ പ്രായത്തിലുള്ള കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പം തന്നെ അവരിൽ തന്നെ പല മാറ്റങ്ങളും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവരുടെ സംസാര രീതി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്ന രീതി ആയിക്കോട്ടെ, എല്ലാം തന്നെ ഇമ്പ്രൂവ് ചെയ്യും. ഹൈസിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്, എല്ലാം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ടീച്ചറും അംഗനവാടി വർക്കറും എല്ലാം അടിപൊളിയാണ്. കുട്ടികളെ അവർ നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ട്. അതിനുശേഷം ഞങ്ങളെല്ലാവരും അകത്ത് കയറി. ഇനിയിപ്പോൾ ഫംഗ്ഷൻ തുടങ്ങുന്നതാണ്. അപ്പോൾ ടീച്ചർ ഇത് അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതാട്ടോ ഞങ്ങളുടെ അംഗനവാടിയിലെ ടീച്ചർ. അതിനുശേഷം എല്ലാവർക്കും പായസം ഉണ്ടായിരുന്നു. രക്ഷിതാക്കൾക്കുണ്ട്, കുട്ടികൾക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കുട്ടികൾക്ക് ട്രോഫി കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ട്രോഫിയൊക്കെ കൊടുത്ത് ടീച്ചർ കുറച്ച് ചോക്ലേറ്റും കൂടി കൊടുത്ത് അതോടെ കുട്ടികളെല്ലാം ഹാപ്പിയായി. അപ്പോൾ ഇന്നത്തെ സെൻഡ് ഓഫ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.